അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ 15 ഗസ സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ആയുധങ്ങൾ താഴെവെക്കാതെ ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഒരു ഇഞ്ച് പോലും പിന്മാറില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ അടുത്ത സഖ്യകക്ഷികളെ വരെ എതിർക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് നെതന്യാഹു. അമേരിക്കയെ വരെ വെല്ലുവിളിക്കുകയാണോ ഇസ്രായേൽ? എന്താണ് വിവരങ്ങളെന്നറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് ജൂലൈ 31-നാണ് 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഘട്ടങ്ങളായുള്ള ഒരു റോഡ് മാപ്പ് ആയിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ സായുധ ഗ്രൂപ്പുകൾ തങ്ങളുടെ പക്കലുള്ള ഭാരമേറിയ ആയുധങ്ങൾ, തുരങ്ക ശൃംഖലകൾ, ആയുധപ്പുരകൾ എന്നിവ അന്താരാഷ്ട്ര സമിതിക്ക് കൈമാറണമെന്നത് പ്രധാന നിർദ്ദേശമായിരുന്നു. ഹമാസ് ഇത് അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ എല്ലാത്തരം ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്താൽ മാത്രമേ ആയുധം കൈമാറൂ എന്നാണ് അറിയിച്ചിരുന്നത്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും ഇസ്രായേൽ മൗനം പാലിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോഴാണ് നെതന്യാഹു ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല എന്ന് നെതന്യാഹു പറയുന്നു. വ്യാജമായ നിരായുധീകരണമല്ല, യാഥാർത്ഥ്യത്തിലുള്ള നിരായുധീകരണമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നതെന്നാണ് വാദം. ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ തന്റെ ഭരണകാലത്ത് അനുവദിക്കില്ല എന്നും നെതന്യാഹു ആവർത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 27-ന് ഇസ്രായേലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യത്തിലെ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് അടക്കമുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. സഖ്യം തകരാതിരിക്കാൻ നെതന്യാഹു കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പദ്ധതിയിലൂടെ ഗസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണമെങ്കിലും ഇപ്പോഴത്തെ പരസ്യ വിയോജിപ്പ് ട്രംപിന് തിരിച്ചടിയാണ്. അമേരിക്കയുമായി ചർച്ചകൾ തുടരുമെന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തി ട്രംപിന്റെ പദ്ധതി അതേപടി അംഗീകരിക്കില്ലെന്ന നിർബന്ധ ബുദ്ധിയിലാണ് നെതന്യാഹു. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ ട്രംപ് ഭരണകൂടത്തെയും അവരുടെ സൈനിക നിലപാടുകളെയും ഇസ്രായേൽ പ്രധാനമന്ത്രി പരസ്യമായി പ്രശംസിക്കുമ്പോഴാണ് ഗസയുടെ കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ട്രംപ് പറയുന്നത് മാത്രമാണ് നെതന്യാഹു അനുസരിക്കുന്നതെന്ന് ഇസ്രായേലിൽ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടക്കുന്ന വേളയിൽ കൂടിയാണ് ശക്തമായ പ്രസ്താവനകൾ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ ഗസയിൽ 73,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ജനസംഖ്യയുടെ 90% ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾ ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പുനരധിവാസത്തെയും ബാധിക്കുമെന്നാണ് ആശങ്ക.